ഹലോ ഗീസ്, നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ നടു റോട്ടിലൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ടയർ മാറ്റേണ്ടതെന്ന് വളരെ ഈസി ആയിട്ട് സ്ത്രീകൾക്കൊക്കെ മാറ്റുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മുടെ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് നമ്മളൊരു ടയർ എവിടെയാണോ പഞ്ചറായത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കല്ലെടുത്ത് വയ്ക്കുക. കാരണം വണ്ടി ന്യൂട്രാണെങ്കിൽ ഇറങ്ങി പോകാതിരിക്കണം. ഗിയറിലാണ് ഇടേണ്ടത്. പക്ഷേ കുട്ടികളൊക്കെ കാറിലുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ന്യൂട്രായി പോകാൻ ചാൻസ് കൂടുതലുണ്ടാവും, തട്ടിപ്പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു കല്ല് വെക്കുക, നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റാണ് വെക്കേണ്ടത്. അത് ചെയ്തതിന് ശേഷം നമ്മളിതാ സ്റ്റെപ്പിനിൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലൊരു സ്റ്റാൻഡ് നമുക്ക് കാണാം. നമ്മൾ വാഹനം ബാക്കിൽ, അതായത് നമ്മൾ രാത്രിയിലോ അല്ലെങ്കിൽ ഇരുട്ടുള്ള സമയമൊക്കെ കാണുന്നുണ്ട് നമ്മൾ പഞ്ചറായിരിക്കുന്നത് പുറകിൽ വരുന്ന വണ്ടിക്ക് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നതിൻ്റെ സൈൻ ബോർഡാണിത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ബോർഡിൽ നിന്ന് എന്ത് ചെയ്യുക, കുറച്ച് കാർ പാർക്ക് ചെയ്യുന്നതിന് കുറച്ച് ബാക്കിലായിട്ട്, അതായത് ഒരു 4-3 മീറ്റർ ബാക്കിൽ, ഒരു 5 മീറ്റർ ബാക്കിലായിട്ട് കൊണ്ടുപോകുക. കാരണം മറ്റുള്ള വണ്ടിക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താനുള്ള. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ സ്ക്രൂ അയച്ചെടുക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടയർ പുറത്തേക്ക് എടുക്കാം. ഇത് എടുത്തതിന് ശേഷം നമ്മൾ ബാക്കിലാണോ, ചിലർക്ക് ബാക്കിലായിരിക്കും, ചിലർ ഫ്രണ്ടിലായിരിക്കും ടയർ ഉണ്ടാവുക, നോക്കണം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ടയർ എടുത്തതിന് ശേഷം അതേ പൊസിഷനിൽ തന്നെ നമ്മുടെ ഇതിൻ്റെ സ്പാൻഡറുകൾ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സ്പാൻഡർ അവിടെ തന്നെ ആയിരിക്കുള്ളൂ, ചിലത് ഉള്ളിലായിരിക്കും. അപ്പോൾ അത് നോക്കണം എവിടെ ഉള്ളതെന്നുള്ളത്. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതേപോലെ ഓക്കെ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മളെ കയ്യിൽ വെച്ചിട്ട് പൊന്തിക്കുക. പൊന്തിച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടൈറ്റ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏകദേശം അടിയിലേക്ക് വെക്കാനുള്ള ലെവൽ വരെ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. റൈറ്റ് സൈഡ് തിരിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ കണ്ടോ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോഡി നല്ല ടൈറ്റായുള്ള സ്ഥലമായിരിക്കണം. കാരണം നമ്മൾ ബോഡിക്കൊന്നും വെക്കരുത്. നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് നല്ല കട്ടിയുള്ള ഭാഗം, അതായത് ചേസ് ഒക്കെ നോക്കുക നമ്മൾ എവിടെയാണ് ഇത് തരിപ്പിക്കാൻ പറ്റുന്നത്. കാരണം അല്ലെങ്കിൽ തരിക്കൂല, അപ്പോൾ ഒഴിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. ബോഡിക്കൊന്നും വെക്കരുത്, അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നോക്കിയിട്ട് നമ്മൾ ഭാഗം നല്ല ടൈറ്റായുള്ള ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഈ സ്പാൻഡർ ഇട്ടിട്ട് വല്ല പതുക്കെ തിരിച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നമുക്ക് സ്ത്രീകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതായിപ്പോൾ ഒന്ന് കണ്ടോ, ടയർ ഏകദേശം നിലത്തുനിന്ന് ഒരു നമ്മളെ വിരൽ ഓടുന്ന ലെവലിൽ പൊന്തിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് നമ്മൾ താഴത്തെ അടിഭാഗത്ത് നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ആ വീൽ കപ്പ് ആദ്യം ഒന്ന് ഊരിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആ പ്രയറോണ്ടൊന്ന് തപ്പിട്ടതിന് ശേഷം വീൽ കപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. വീൽ കപ്പ് ഊരിയെടുത്തതിന് ശേഷം നമ്മളിതാ ലൂസ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ് സ്പാൻഡർ തിരിക്കുന്നത്. അധികം വണ്ടിക്കും ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും തിരിക്കാനുണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ 4 ബോൾട്ടും അയച്ചെടുക്കുകയാണ്. എടുത്ത് ജസ്റ്റ് ഒന്ന് പിരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ ലൂസാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. സിമ്പിളാണ് സംഭവം. അപ്പോൾ നമ്മളിതാ ഇതേപോലെ 4 എണ്ണം ഊരിൻ്റെ ശേഷം കൈ കൊണ്ട് തിരിച്ചെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതാ വീല് ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ ലിവർ കൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുത്താൽ 4 ബോൾട്ടിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. ഊരിയെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കുന്നത് ബാക്കിൽ നമ്മൾ എടുത്ത് വെച്ച് സ്റ്റെപ്പിന് ടയർ ഇതാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പിന് ടയർ നമ്മൾ ബാക്കിൽ അയച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതേപോലെ ഇടരുത്, തിരിച്ചിട്ട് മാറ്റിയിട്ട് നമ്മളുടെ 4 ബോൾട്ട് ഏത് ഭാഗത്തേക്കാണ് വരുന്നത് ജസ്റ്റ് തുളന്ന് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയതിന് ശേഷം അത് കറക്റ്റായി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ചെയ്ത് അതിൻ്റെ നേരെ വെച്ചതിന് ശേഷം സപ്പോർട്ടിങ്ങിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ ലിവർ കൊണ്ടൊന്ന് ടയർ ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. അപ്പോൾ 4 ഹോൾസും കറക്റ്റായി വന്നു. അപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ട്. കയറിയതിന് ശേഷം 4 ബോൾട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇട്ട് കൊടുക്കുക. 4 ബോൾട്ട് ഇടുന്ന വളരെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ പിരി പോകാതെ കറക്റ്റായിട്ട് പൊസിഷനിൽ തിരിച്ചിട്ട് കൊടുക്കണം. അത് ശ്രദ്ധിക്കുക നമ്മൾ. കാരണം പിരി പോയാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ അതായത് കറക്റ്റ് ചെയ്ത് നമ്മൾ 4 ബോൾട്ടും സ്പീഡ് നമുക്ക് ചെയ്യാവുന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മൾ ബോൾട്ട് ടൈറ്റ് ആക്കുന്നത് അതുപോലെ ജസ്റ്റ് ആദ്യം ഒന്ന് കൈകൊണ്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4 ബോൾട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്പാൻഡർ അതിലേക്ക് ഇടുന്നുണ്ട്. സ്പാൻഡർ ഇട്ടിട്ട് കണ്ടോ നമ്മൾ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചിങ്ങനെ റൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈറ്റ് ഏകദേശം ഒരു ടൈറ്റ് വന്നിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ടില്ല. വീണ്ടും അടുത്തതിലേക്ക് നമ്മളിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ 4 എണ്ണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കുറച്ചുകൂടെ മറ്റേ വീല് ബോൾട്ട് എടുക്കാനുള്ളൊരു ടിപ്സ് ഉണ്ട്. കാരണം താഴെയും മുകളിലും ഉള്ള 2 എണ്ണം ആദ്യം ഒന്ന് നന്നായി ടൈറ്റ് ചെയ്യുക. അപ്പോൾ 2 സൈഡിലുള്ളത് എന്താവും, കുറച്ചും കൂടെ വീല് കുറച്ച് അടുത്തേക്കുമ്പോൾ 2 ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും സ്പാൻഡർ ഇട്ട് പിടിക്കുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ജാക്കി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് പതുക്കെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ലൂസ് ചെയ്യേണ്ട. ഫുള്ളായിട്ട് ലൂസ് ചെയ്യണം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ആ പൊസിഷൻ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുക. ഇതുപോലെ തന്നെ കൈ അടി കൂടെ പോകുന്ന ഭാഗമാണ് ഞാൻ അതിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആ ജാക്കി എടുത്തതിന് ശേഷം ഒന്നും കൂടെ ടൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായി, നന്നായിട്ട് ടൈറ്റ് വരും. ജാക്കി എടുത്തതിൻ്റെ ശേഷം ജാക്കി നമ്മൾ താത്തിയതിന് ശേഷം നിലത്ത് തൊട്ടെന്ന് കണ്ടാൽ വീണ്ടും ഒന്നും കൂടെ ടൈറ്റ് ചെയ്യണം. നല്ല ജാമായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ സ്ത്രീകളെ പുരുഷന്മാരെക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാലുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്യുന്ന ഹാർഡായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പവർ കൊടുത്ത് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് പവർ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് സ്ട്രെങ്ത് കൊടുത്ത് 4 ബോൾട്ടല്ലേ നമുക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 4 ബോൾട്ട് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ജാക്കി ഞാൻ അവിടെ നിന്ന് ഊരിയെടുക്കുന്നുണ്ട്. അതുവരെ ജാക്കി അവിടെ തന്നെ വെക്കണം. അതോ ഇൻ കേസ് നമ്മളെ ടയർ ഒഴിഞ്ഞു പോയാൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വെക്കുന്നത്. ടയർ മാറുന്ന സംവിധാനം എങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലായല്ലോ.
സിമ്പിളാണ്. നമ്മൾ ലേഡീസിനായാലും ശരി ജെൻസിനായാലും ശരി നമുക്ക് വണ്ടി വഴി കുടുങ്ങി രാത്രിയിലൊക്കെ നമുക്ക് ടയർ വീടുകളൊക്കെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കുടുങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ ഒന്ന് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.